അവനില്ലേ വളരെ കുറച്ചേ സംസാരിക്കുള്ളൂ, ഒരു വൈബുമില്ല അവനൊരു സംസാരിക്കുമ്പോൾ എന്ന് പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. ശരിയാണ്, ചില ആൾക്കാർ അല്ലെങ്കിൽ ചില വ്യക്തികൾ, ആൺകുട്ടിയോ പെൺകുട്ടിയോ ആവട്ടെ, വളരെ കുറച്ച് സംസാരിക്കുന്ന വ്യക്തികൾ ഉണ്ടായിരിക്കും അല്ലെ. നമ്മൾ സ്കൂളിലാണെന്നുണ്ടെങ്കിലും കോളേജിലാണെന്നുണ്ടെങ്കിലും ഫാമിലിയിലാണെന്നുണ്ടെങ്കിലും ജോലി സ്ഥലത്താണെന്നുണ്ടെങ്കിലും നമ്മൾ കാണുന്നതാണ്. നമ്മളിനി എത്രയൊക്കെ വായിട്ടലച്ചാലും നമ്മുടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തി നമ്മളെ കേൾക്കുന്നുണ്ടായിരിക്കും, പക്ഷെ റിയാക്ഷൻ വളരെ കുറവായിരിക്കും, അല്ലെങ്കിൽ സംസാരം വളരെ കുറവായിരിക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കും ഒരു വൈബില്ല, എന്താ അത് ബോറടിക്കുന്നില്ലേ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ ഈ നമ്മൾ ഇൻട്രോവേർട്ടിന് കുറേ ഗുണങ്ങളുണ്ടെന്ന് പറഞ്ഞ പോലെ തന്നെ ഈ കുറച്ച് സംസാരിക്കുന്നതിൻ്റെ ഗുണങ്ങൾ ഒരുപാടാണ് കേട്ടോ. അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. വെൽക്കം ടു ജസ്റ്റ് ടോക്ക്. നമ്മുടെ ലോകത്ത് വിവേകമുള്ളവരും അതുപോലെ തന്നെ ലിസണിങ് സ്കില്ലുള്ളവരും വളരെ കുറവാണെന്നാണ് ഈ പഠനങ്ങൾ പറയുന്നത്. കാരണം നമ്മൾ ഇങ്ങനെ കുറേ സംസാരിക്കുമ്പോൾ നമുക്ക് ഇതൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് കുറവായിരിക്കും കേട്ടോ. അങ്ങനെയൊക്കെയാണ് സ്റ്റഡീസ് പറയുന്നത്. ഓക്കെ, പക്ഷെ ഈ കുറച്ച് സംസാരിക്കുന്ന ആൾക്കാർക്ക് കുറെ കൂടി വിവേക ബുദ്ധി അല്ലെങ്കിൽ വിവേകമുള്ളവരായിരിക്കും കുറച്ച് സംസാരിക്കുന്നവരെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നല്ലോണം കേട്ടിരിക്കാനും കഴിവുള്ളവരാണ് ഈ കുറച്ച് സംസാരിക്കുന്ന ആൾക്കാർ. നമുക്കൊക്കെ ഏറ്റവും കൂടുതൽ ആവശ്യം എന്ന് പറയുന്നത് നമ്മളെയൊക്കെ ഒരാൾ കേട്ടിരിക്കുക എന്നുള്ളതാണ് അല്ലെ. അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ള ഒരു കറക്റ്റ്, ഓരോരോ സിറ്റുവേഷനിലും എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ള ഒരു വിവേക ബുദ്ധി നമുക്കൊക്കെ കിട്ടുക എന്നുള്ളതും വലിയൊരു കാര്യമാണ്. ഈ രണ്ട് സാധനവും ഈ കുറച്ച് സംസാരിക്കുന്നതിൽ ബാക്കിയുള്ളവരെക്കാളും നല്ലോണം കൂടുതലാവുന്ന പറയുന്നത്. നമുക്കൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് കാര്യം, ലിസണിങ് സ്കില്ലും വിവേകവും. ഓക്കെ, രണ്ടാമത്തെ ഒരു കാര്യം, നല്ലോണം ബുദ്ധി സാമർഥ്യം കൂടുതലുള്ള വ്യക്തികളായിരിക്കും ഈ കുറച്ച് സംസാരിക്കുന്നത്. അത്യാവശ്യം കാര്യം സാധിച്ചെടുക്കാൻ അവർക്ക് നന്നായിട്ട് പറ്റും. കാണുമ്പോൾ വിചാരിക്കും അയ്യോ പാവം പൂച്ചാന്ന് നമ്മൾ വിചാരിക്കുമെങ്കിലും ഈ കുറച്ച് സംസാരിച്ചുകൊണ്ട് കാര്യങ്ങൾ അത്യാവശ്യം അവർ പെട്ടെന്ന് നേടിയെടുക്കും. ഈ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ വിഷയം എന്താ വെച്ചാൽ, കുറേ സംസാരിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യത്തെക്കുറിച്ച് അവർ നന്നായിട്ട് പറയുമല്ലേ, സംസാരിച്ച് ചിലപ്പോൾ അത് വേറെ ലെവലിലൊക്കെ കൊണ്ടെത്തിക്കും. പക്ഷേ ഈ കുറച്ച് സംസാരിക്കുന്നവരുടെ ഗുണം എന്താണെന്ന് വെച്ചാൽ അവർ പെട്ടെന്ന് കാര്യം മാത്രം പറഞ്ഞ് അവർ പെട്ടെന്ന് അവസാനിപ്പിക്കും. അതുകൊണ്ട് തന്നെ കേട്ട് നിൽക്കുന്ന ആൾക്കാർക്കില്ലേ പെട്ടെന്ന് ഈ കാര്യം ഡൈജസ്റ്റ് ആവും, അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കൺവേ ആവും. കുറച്ചേ കാര്യം പറയുന്നുള്ളൂ, ആ കാര്യം വളരെ പോയിന്റ്ഫുൾ ആയിട്ടായിരിക്കും പറയുന്നുണ്ടാവുക, മീനിങ് ഫുൾ ആയിട്ടായിരിക്കും പറയുന്നുണ്ടാവുക. അതുകൊണ്ട് കേൾക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് ഈ സാധനം കൺവേ ആവും. കൂടുതൽ സംസാരിക്കുമ്പോൾ നമ്മൾ പറഞ്ഞതിൽ നിന്നും കൂടുതൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ വരും. അതുകൊണ്ട് തന്നെ ഇത്തിരി സംസാരിച്ചുകൊണ്ട് കാര്യം സാധിച്ചെടുക്കാനുള്ളൊരു സാമർഥ്യം ഈ കുറച്ച് സംസാരിക്കുന്നവർക്ക് നല്ലോണം ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഏറ്റവും നമുക്കൊക്കെ മനസ്സിലാവുന്ന ഒരു കാര്യമാണ്, ഈ കുറച്ച് സംസാരിക്കുന്നവരെ കൊണ്ട് നമുക്കൊരു ശല്യം ഉണ്ടാവില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവരുമായിട്ടും നല്ല ഫ്രണ്ട്ലി ആയിരിക്കും. ബിക്കോസ് ഈ എല്ലാവരുമായിട്ടും കൂടുതൽ സംസാരിച്ച് കുളം തോണ്ടുന്ന ഒരു പരിപാടി കുറച്ച് സംസാരിക്കുന്നവരിലുണ്ടായിരിക്കില്ല. ഈ കുറച്ചേ സംസാരിക്കുന്നു ഉള്ളതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഒരു വർക്ക് സ്പേസിലാണെന്നുണ്ടെങ്കിൽ രാവിലെ കാണുമ്പോൾ ഒരു ഹായ് ഹലോ, പോകുമ്പോൾ ഒരു ബായ്, അല്ലെങ്കിൽ അത്യാവശ്യത്തിന് ഫുഡ് കഴിച്ചു, അങ്ങനത്തെ കുറച്ച് കമ്മ്യൂണിക്കേഷൻ മാത്രമേ അവിടെ വരുള്ളൂ. അതുകൊണ്ട് തന്നെ ഓവറായിട്ട് സംസാരിച്ച് ചാളാക്കിയിട്ടുള്ള ഒരു ശല്യം സെറ്റപ്പ് നമുക്ക് വരില്ല. ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടായിരിക്കും ഇവരുണ്ടാകുക. അത്യാവശ്യം നല്ല ക്ഷമയൊക്കെ ഉണ്ടല്ലോ, അപ്പം എന്ത് കേട്ടാലും അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ മറുപടി കൊടുത്ത് ഭയങ്കര ആ ഒരു ഫ്രണ്ട്ലിനെസ് ഇല്ലേ, അത് കീപ്പ് ചെയ്യാനായിട്ട് ഇവർക്ക് പറ്റും. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു കാര്യം അച്ചീവ് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നേട്ടങ്ങളൊക്കെ കൈവരിക്കണം എന്നുണ്ടെങ്കിൽ ഇവർക്കത് പെട്ടെന്ന് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും. കാരണം ഈ കുറച്ച് സംസാരിക്കുന്നതുകൊണ്ട് ബാക്കിയുള്ളവരുടെ പോയി സംസാരിച്ച് സമയം കളയാനോ വഴക്കുണ്ടാക്കാനോ ഒന്നിനും ഇവർക്ക് ഒരു സമയമില്ല. ഇവർ കുറച്ചല്ലേ സംസാരിക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സമയം കൊണ്ട്, ബാക്കിയുള്ളവരുടെ അടുത്ത് പോയി സംസാരിച്ച് സമയം കളയുന്ന ഒരു സമയം കൊണ്ട് ഇവർക്ക് എന്തെങ്കിലും ഒരു ടൈം പീരീഡിൽ ഒരു കാര്യം കംപ്ലീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് ഗോൾസ് ഒക്കെ അച്ചീവ് ചെയ്യാനായിട്ട് ഇവർക്ക് നല്ലോണം സാധിക്കുക കേട്ടോ. അതുകൊണ്ട് കുറച്ച് സംസാരിക്കുന്നവരെ നമ്മൾ വെറുതെ പുച്ഛിച്ച് കളയേണ്ട ആവശ്യമില്ല. അവർക്ക് കുറേ കാര്യങ്ങൾ ഈ സംസാരിച്ച് സമയം കളയുന്ന നേരം കൊണ്ട് നേടിയെടുക്കാനായിട്ട് സാധിക്കും.